നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഫോർ ലൂപ്പിന്റെ ഒരു പ്രോബ്ലം ആണ്. ഈ ഫോർ ലൂപ്പിൽ നമ്മൾ ഇനിഷ്യലൈസേഷൻ ഇല്ല, ഇനിഷ്യലൈസേഷൻ ഇവിടെ ഇല്ല, ജസ്റ്റ് കണ്ടീഷൻ മാത്രമേ. ഇതാണ് കണ്ടീഷൻ. അതേപോലെ പോസ്റ്റ് ഇവാലുവേഷൻ ഇല്ല. അപ്പൊ കണ്ടീഷന്റെ അവിടെ എന്താണ്, ഇവിടുത്തെ കണ്ടീഷൻ പ്രത്യേകത ഉണ്ട്. i ലെസ് ദാൻ 2 ചെക്ക് ചെയ്യുന്നുണ്ട്, കോമ j ലെസ് ദാൻ 2. ഇവിടെ കോമ ഓപ്പറേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. കോമ ഓപ്പറേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യും. റൈറ്റ് മോസ്റ്റ് ചെയ്ത കണ്ടീഷനാണ് നമ്മുടെ റിസൾട്ട് തീരുമാനിക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ the comma operator evaluates both expression. രണ്ട് എക്സ്പ്രഷനും നമ്മുടെ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യും. i ലെസ് ദാൻ 2 ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും, അതേപോലെ j ലെസ് ദാൻ 5 ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യും. പക്ഷെ ലാസ്റ്റ് വൺ j ലെസ് ദാൻ 5 അതാണ് നമ്മുടെ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യണോ അതോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ j ലെസ് ദാൻ 5 ആയിരിക്കും. അതായത് ഇപ്പോ i ലെസ് ദാൻ j 2 i ലെസ് ദാൻ 2 j ലെസ് ദാൻ 2 അല്ല j ലെസ് ദാൻ 5 2 അല്ല കേട്ടോ, സോറി, j ലെസ് ദാൻ 5 പിന്നെ k ലെസ് ദാൻ പറഞ്ഞിട്ട് വേറെ ഉണ്ടെങ്കിൽ ലാസ്റ്റത്തെ കണ്ടീഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താ നടക്കുന്നത് നോക്കി നോക്കാം. i j എന്ന വാല്യൂലേക്ക് 0 ഇനിഷ്യലൈസ് ചെയ്തു. i ന്റെ വാല്യൂ 0, j യുടെ വാല്യൂ 0 ആണ് ഉള്ളത്. ഇനി അതിന് ശേഷം i ലെസ് ദാൻ 2 j ലെസ് ദാൻ 2 5 ആണ് ചെക്ക് ചെയ്യുന്നത്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് i ലെസ് ദാൻ 2 j ലെസ് ദാൻ 5 ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 0 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ ആണ്. അതേപോലെ 0 എന്താ j യുടെ വാല്യൂ 0 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ പ്രിന്റ്എഫിന്റെ അകത്തേക്ക് പോയി പ്രിന്റ്എഫ് പെർസെന്റേജ് d ഈ പെർസെന്റേജ് d i ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യും. i ന്റെ വാല്യൂ തന്നെ പ്രിന്റ് ചെയ്യുക, കാരണം നമ്മുടെ പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. പോസ്റ്റ് ഈ i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അതേപോലെ j പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അതായത് i ന്റെ j യുടെ വാല്യൂ അപ്ഡേറ്റ് ആവും, പക്ഷെ ഇവിടെ ഉള്ള പെർസെന്റേജ് d അവിടെ i ന്റെ ഇപ്പോഴത്തെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ പ്രിന്റ് ചെയ്യുക, i ന്റെ ഇപ്പോഴത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും 0, j യുടെ ഇപ്പോഴത്തെ വാല്യൂ 0 പ്രിന്റ് ചെയ്യും. പിന്നെ ഒരു കോമയും കൂടി ഉണ്ട്, അപ്പൊ കോമ പ്രിന്റ് ചെയ്യും. അതിനുശേഷം i ന്റെ j യുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. i ന്റെ വാല്യൂ 1 ആയി, j യുടെ വാല്യൂ 1 ആയി. ഇനി വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. i ലെസ് ദാൻ 1 ലെസ് ദാൻ i ന്റെ വാല്യൂ എത്രയാണ് 1 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ ആണ്. j യുടെ വാല്യൂ 1 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും പ്രിന്റ്എഫിന്റെ അകത്തേക്ക് പോയി അതിനുശേഷം എന്താ പ്രിന്റ് ചെയ്യുക, i ന്റെ j യുടെ ഇപ്പോഴുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അതിനുശേഷം i ന്റെ j യുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. ഇപ്പോഴുള്ള വാല്യൂ i ന്റെ j യുടെ വാല്യൂ 1 ആണ്, 1 കോമ. അതിനുശേഷം i ന്റെ j യുടെ വാല്യൂ അപ്ഡേറ്റ് ആയി 2. ഇനി വീണ്ടും 2 ലെസ് ദാൻ 2 ചെക്ക് ചെയ്തു, ഈ കണ്ടീഷൻ റോങ് ആണ്. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും 2 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. ഇപ്പൊ റൈറ്റ് മോസ്റ്റ് ചെയ്ത കോമ ഓപ്പറേറ്റർ വരുമ്പോൾ റൈറ്റ് മോസ്റ്റ് ചെയ്ത ഇതാണ് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുക. 2 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് തന്നെ പോകും. i ന്റെ j യുടെ ഇപ്പോഴുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. i ന്റെ j യുടെ ഇപ്പോഴുള്ള വാല്യൂ 2 ആണ്. അപ്പൊ 2 പ്രിന്റ് ചെയ്തു, കോമ. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ പോസ്റ്റ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് i ന്റെ j യുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. 2 അപ്ഡേറ്റ് ആയി, 3 ആയി. ഇനി വീണ്ടും ചെക്ക് ചെയ്യും 3 ലെസ് ദാൻ 3 ജസ്റ്റ് ചെക്ക് ചെയ്യും കോമ ഓപ്പറേറ്റർ. പക്ഷെ ഈ i j ലെസ് ദാൻ 5 ആണ് തീരുമാനിക്കുക. റൈറ്റ് മോസ്റ്റത്തെ കണ്ടീഷൻ ആണ് കോമ ഓപ്പറേറ്റർ വരുമ്പോൾ തീരുമാനിക്കുക. അതായത് ഇപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനുശേഷം വീണ്ടും കോമ ഓപ്പറേറ്റർ, അടുത്ത കണ്ടീഷൻ കോമ ഓപ്പറേറ്റർ, അടുത്ത കണ്ടീഷൻ കോമ ഓപ്പറേറ്റർ. ഇതും ഇവാലുവേറ്റ് ചെയ്യും, ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഈ റൈറ്റ് മോസ്റ്റത്തെ ഈ ഒരു കണ്ടീഷനാണ് ഈ കോമ ഓപ്പറേറ്റർ വരുമ്പോൾ റിസൾട്ട് തീരുമാനിക്കുന്ന ഈ റൈറ്റ് മോസ്റ്റത്തെ ആളാണ്. അപ്പൊ 3 ലെസ് ദാൻ 5 ചെക്ക് ചെയ്തു, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് പോയി i ന്റെ j യുടെ ഇപ്പോഴുള്ള വാല്യൂ 3 ആണ്, 3 പ്രിന്റ് ചെയ്തു, 3a കോമ പ്രിന്റ് ചെയ്തു. അതിനുശേഷം i ന്റെ j യുടെ വാല്യൂ അപ്ഡേറ്റ് ആയി, 3 മാറി 4 ആയി, j യുടെ വാല്യൂ 4 ആയി. ഇനി വീണ്ടും ചെക്ക് ചെയ്യും 4 ലെസ് ദാൻ 4 കണ്ടീഷൻ തെറ്റ്, 4 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും 3 പ്രിന്റ് ചെയ്തു, 4 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആയിട്ട് പ്രിന്റ്എഫിന്റെ അകത്തേക്ക് പോയി വീണ്ടും i ന്റെ j യുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. i ന്റെ j യുടെ വാല്യൂ എത്രയാണ് 4 കോമ പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഇൻക്രിമെന്റ് ആവും. i ന്റെ വാല്യൂ ഇപ്പൊ എത്രയായി 5 ആയി, 5 ലെസ് ദാൻ 4 കണ്ടീഷൻ റോങ്, 5 ലെസ് ദാൻ 5 ഈ കണ്ടീഷനും റോങ് ആണ്. അപ്പൊ ഇപ്പൊ കണ്ടീഷൻ റോങ് ആണ്, ഈ രണ്ട് കണ്ടീഷനും റോങ് ആയപ്പോ ഇനി ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് പോവില്ല, ഇനി റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അകത്തേക്കാണ് പോവുക. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക, 0 0 കോമ 1 1 കോമ 2 കോമ 3a കോമ 4 കോമ. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരിക. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം കമ്പൈൽ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്യുക. ഇപ്പൊ കണ്ട 0 0 1 1 2 2 3 3 4 4. ഇതേ പ്രോഗ്രാമിൽ ഞാൻ ജസ്റ്റ് വ്യത്യാസം വരുത്തിയിരിക്കുക. ഈ i ന്റെ അവിടെ i ലെസ് ദാൻ 2 ന്റെ അവിടെ 2 ന്റെ അവിടെ ഞാൻ j ആക്കി, അതേപോലെ j യുടെ അവിടെ ഞാൻ 2 ആക്കിയിരിക്കും. അപ്പൊ ഈ പ്രോഗ്രാമിന് കംപ്ലീറ്റ്ലി വ്യത്യാസം വരും. ഇങ്ങനെയാണ് പ്രോഗ്രാം വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താ, i ലെസ് ദാൻ 5 j ലെസ് ദാൻ 2 കണ്ടീഷൻ തൊട്ടാ i ലെസ് ദാൻ 5
ജെ ലെസ് ദാൻ 2. അതിന്റെയും ജെയുടെ വാല്യൂ എന്തുട്ടാ? അതിന്റെ വാല്യൂ ആദ്യക്ക് 0, ജെയുടെ വാല്യൂ 0. അപ്പൊ ആദ്യക്ക് നമ്മൾ എന്തുട്ടാ? ഐ ലെസ് ദാൻ 5, ജെ ലെസ് ദാൻ കണ്ടീഷൻ 2 ആണ് ചെക്ക് ചെയ്യുന്നത്. ഐ ലെസ് ദാൻ 5 പറഞ്ഞാൽ 0 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ, 0 ലെസ് ദാൻ 2 കണ്ടീഷൻ ട്രൂ. ഔട്ട്പുട്ട് എന്താ വരിക? ഔട്ട്പുട്ടിന്റെ അവിടെ ഐന്റെയും ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അപ്പൊ ആദ്യക്ക് ഇപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ ഐന്റെ ജെയുടെ ഇപ്പോഴുള്ള വാല്യൂ ആയിരിക്കും. അതിനുശേഷം ഐയും ജെയും അപ്ഡേറ്റ് ആവും. അപ്പൊ ആദ്യക്ക് ഇവിടെ പ്രിന്റ് ചെയ്യുന്ന വാല്യൂ ഔട്ട്പുട്ട് എന്തായാലും പ്രിന്റ് ചെയ്യുക 0, 0, കോമ. അതിനുശേഷം ഐന്റെ ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. ഐ അപ്ഡേറ്റ് ആയി, ജെ അപ്ഡേറ്റ് ആയി. ഇനി വീണ്ടും ചെക്ക് ചെയ്യും. അതിന്റെ വാല്യൂ ലെസ് ദാൻ 5 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. 1 ലെസ് ദാൻ 2, അതും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ വീണ്ടും പ്രിന്റ് എഫിന്റെ അകത്തേക്ക് പോയി. അതിനുശേഷം വീണ്ടും ഐന്റെയും ജെയുടെ ഇപ്പോഴുള്ള വാല്യൂ പ്രിന്റ് ആയി. അതിനുശേഷം ഐയും ജെയും അപ്ഡേറ്റ് ആയി, പോസ്റ്റ് ഇൻക്രിമെന്റ് ആയതുകൊണ്ട്. അപ്പൊ 2 ലെസ് ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. 2 ലെസ് ദാൻ 2 കണ്ടീഷൻ റോങ് ആണ്. റൈറ്റ് മോസ്റ്റത്തെ കണ്ടീഷൻ റോങ് ആണെങ്കിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യില്ല. അതായത് കോമ ഓപ്പറേറ്ററിൽ റൈറ്റ് മോസ്റ്റത്തെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുക. അപ്പൊ ഇനി ഫോർ ലൂപ്പിന്റെ അകത്തേക്ക് പോവില്ല. ഇനി ഇപ്പോഴുള്ള അതിന്റെ ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യില്ല, കാരണം ഇതിന്റെ അകത്തേക്ക് പോവില്ല. ഇനി ഫോർ ലൂപ്പിന്റെ ഔട്ട് സൈഡിലേക്കാണ് പോവുക. ഇനി അവിടെ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാണ്ടില്ല. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? 0, 0, 1, 1. ഇത് നേരെ ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആയിപ്പോ നേരെ ഐ ലെസ് ദാൻ 2, ഐ ലെസ് ദാൻ ജെ ലെസ് ദാൻ 5 എന്നായപ്പോ നേരത്തെ പ്രോബ്ലം ആയിരുന്നു. അത് ജസ്റ്റ് ഞാൻ ഓപ്പോസിറ്റ് ഇട്ടപ്പോൾ ഔട്ട്പുട്ട് വരുന്നത് 0, 0, 1, 1. ഇതിനെയാണെന്ന് ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്യുക. കണ്ട ഇപ്പോൾ വന്ന ഔട്ട്പുട്ട് എന്താ? 0, 0, 1, 1. ഇതാണ് കോമ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള വ്യത്യാസം.